Hi dear students. Next section is vertex degrees. ആദ്യം നമ്മളെ എപ്പോഴാണ് ഒരു എഡ്ജ് ഒരു വെർട്ടെക്സുമായിട്ട് ഇൻസിഡന്റ് ആണ് എന്ന് പറയാം. ഒരു വെർട്ടെക്സുമായിട്ട് ഇൻസിഡന്റ് ആണെന്ന് പറയാം. If V is an end vertex of ഉദാഹരണമായിട്ട് ഈ ഗ്രാഫില് E1 is incident with V2. E1 is incident with V1. E3 is incident with V2 and V3. ഓരോ എഡ്ജും ഒന്നോ അതിലധികമോ വെർട്ടെക്സുമായിട്ട് ഇൻസിഡന്റ് ആയിരിക്കും. എന്തായാലും ഏത് എഡ്ജും രണ്ട് വെർട്ടെക്സുമായിട്ടെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കും അല്ലെ. എഡ്ജിന്റെ അതിന്റെ രണ്ടറ്റത്തും ഓരോ വെർട്ടെക്സുകൾ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് വെർട്ടെക്സുമായിട്ടും ഇത് ഇൻസിഡന്റ് ആയിരിക്കും. ഓക്കെ, ഇനി തിരിച്ചും പറയാം. വെർട്ടെക്സ് ഈസ് ഇൻസിഡന്റ് വിത്ത് V2 is incident with E1, E2 and E3. ഇനി അഡ്ജസൻസി എന്താണെന്ന് പറയാം. ഇൻസിഡന്റ് പറഞ്ഞ രണ്ട് വെർട്ടെക്സ് തമ്മിൽ, ഒരു വെർട്ടെക്സും ഒരു എഡ്ജും തമ്മിൽ, അല്ലെങ്കിൽ ഒരു എഡ്ജും വെർട്ടെക്സും തമ്മിലാണ് ഇൻസിഡൻസ് ഉണ്ടാവുക. ഇനി അഡ്ജസൻസി പറഞ്ഞാല് two edges with a common vertex are said to be adjacent. E1 and E3, E1 and E2, E3 and E2, E1 and E5 are adjacent. അതുപോലെ വെർട്ടെക്സും അഡ്ജസന്റ് ആണെന്ന് ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മൾ എഡ്ജിനാണ് അഡ്ജസൻസി എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും പറയാറുള്ളത്. ഇനി നമുക്ക് വെർട്ടെക്സിന്റെ ഡിഗ്രിയെ കുറിച്ച് സംസാരിക്കാം. നമ്മളിപ്പോ ഹെഡിങ്, നമ്മളുടെ ടോപ്പിക് കൺസിഡർ ദ ഗ്രാഫ് ജി. ജിന്റെ വെർട്ടീസ് ഏതൊക്കെയാണ്? V1, V2, V3, V4 ആൻഡ് V5. ഇനി V എന്നുള്ള ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് V. വിയുമായിട്ട് എത്ര എഡ്ജ് ഇൻസിഡന്റ് ആണ്, അതാണ് അതിന്റെ ഡിഗ്രി പറഞ്ഞത്. അപ്പൊ ഈ ഗ്രാഫിൽ ഡിഗ്രി ഓഫ് V1 എന്താണ് വരിക? വാട്ട് ഈസ് ഡിഗ്രി ഓഫ് V1? V1-ഉമായിട്ട് എത്ര എഡ്ജ് മീറ്റ് ചെയ്യുന്നുണ്ട്? V1-ല് 3 ആണ് ഡിഗ്രി ഓഫ് V1. വാട്ട് ഈസ് ഡിഗ്രി ഓഫ് V2? ഡിഗ്രി ഓഫ് V2 പറഞ്ഞാൽ V2-ല് ഈ എഡ്ജും ഉണ്ട്, ഈ എഡ്ജും ഉണ്ട്, പിന്നെ ഒരു ലൂപ്പും ഉണ്ട്. പക്ഷെ ലൂപ്പ് ശരിക്കും നമ്മള് 2 വട്ടം ഈ വെർട്ടെക്സിൽ വരുന്നുണ്ട്. ഡിഗ്രി ഈച്ച് ലൂപ്പ് നമ്മള് 2 വട്ടാണ് കൗണ്ട് ചെയ്യുക. അപ്പൊ ഡിഗ്രി ഓഫ് V2 എത്രയാണ് വരിക? 3 അല്ല 4 ആണ് വരിക. അതുപോലെ ഡിഗ്രി ഓഫ് V5 1 ആണ് വരിക. അപ്പോ വാട്ട് ഈസ് ദ ഡിഗ്രി? ലെറ്റ് V be the vertex of a graph G. The degree of dV of V is the number of edges of G incident with V, counting each loop twice. So number of times V is an end vertex of an edge. എത്ര end vertexകളുടെ എത്ര എഡ്ജുകളുടെ end ആണ്, end vertex ആണ് V എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് V കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമ്മള് ഗ്രാഫിനെ എംഫസൈസ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് V D ഓഫ് V എന്നുള്ളതിന്റെ കൂടെ G ഇവിടെ സഫിക്സ് ആയിട്ട് എഴുതും. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ ഒരു കാര്യം നോക്കാം. നമ്മൾ ഓരോ വെർട്ടെക്സിനെ ഡിഗ്രി എടുക്കുക. ഡിഗ്രി ഓഫ് V1 എത്ര എടുത്ത്? 3 കിട്ടി, 3. ഡിഗ്രി ഓഫ് V2 എത്ര എടുത്ത്? 4. ഡിഗ്രി ഓഫ് V3 എന്താണ് വരിക?
So degree of V3, 3 degree of V4, 3 degree of V5 എന്താണ് വരിക 1 ആണ് വരിക. Now what is sigma dV? V belongs to the graph. അത് ഈ ഗ്രാഫിലെ മുഴുവൻ വെർട്ടെക്സുകളുടെയും ഡിഗ്രി ആഡ് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് വെർട്ടെക്സിന്റെ 3, സെക്കൻഡ് വെർട്ടെക്സിന്റെ 4, തേർഡ് വെർട്ടെക്സിന്റെ 3, ഫോർത്ത് വെർട്ടെക്സിന്റെ 3, ഫിഫ്ത് വെർട്ടെക്സിന്റെ 1. That is 7 plus എത്ര വരിക 14. ഇനി ഇത് ഏതിനോടെങ്കിലും കണക്റ്റഡ് ആണോ നോക്കുക. ഈ ഗ്രാഫിൽ എത്ര എഡ്ജ് ഉണ്ട്? 1, 2, 1 ഇത്, 2 ലൂപ്പ്, 3 ഇത്, 4, 5, 6, 7 എഡ്ജ് ആണെങ്കിൽ 2 into number of edges. 2 into number of edges. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കാം ടോട്ടൽ ഡിഗ്രി നമ്പർ ഓഫ് എഡ്ജസിന്റെ ഇരട്ടി ആയത്? അത് മനസ്സിലാവാന് ഈ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി. എങ്ങനെയാണ് ഡിഗ്രി? ഇതാ ഈ ഒരു എഡ്ജ് എടുക്കുക. ഈ എഡ്ജ് ഇതിന്റെ ഡിഗ്രിയിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ ഡിഗ്രിയിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ each edge contributes 1 to each vertex. അപ്പൊ ഈ എഡ്ജിന്റെ രണ്ട് ഭാഗത്തും ഈ എഡ്ജ് നോക്കുമ്പോ ഡിഗ്രി ടോട്ടൽ ഡിഗ്രിയിലേക്ക് 2 എണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? each edge contribute to the sum of degrees, including ലൂപ്പ് ഒക്കെ ഡിഗ്രിയിലേക്ക് എത്ര കൊടുത്തിട്ടുണ്ടാവും? 2. ഈ എഡ്ജ് എത്ര കൊടുത്തിട്ടുണ്ടാവും? ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. So sum of the degrees of the vertices of a graph equal to twice the number of edges. This result is called a first theorem of graph theory. എന്താണ് ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി? സ്റ്റേറ്റ് ചെയ്യാണ്. For any graph G with E edges and n vertices sigma I equal to 1 to n degree of equal to 2 times. This is the first theorem of graph theory. If for any graph with E edges and n vertices v1, v2, etc. vn, then the sum of the degrees of v1, v2, etc. vn equal to 2 into number of edges. This is called the first theorem of graph theory. And proof എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരൊറ്റ സാധനം തന്നെ എഴുതിയാൽ മതി. Each edge
has vertices. So it contributes to the sum of the degrees. ഇപ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഈ ഓരോ എഡ്ജും നമ്മൾ ടോട്ടൽ സം ഓഫ് ഡിഗ്രീസ് എടുക്കുമ്പോൾ ഓരോ എഡ്ജും നമ്മൾ രണ്ടു വട്ടം എണ്ണീട്ടുണ്ടാവും. അപ്പൊ ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി ഒക്കെ ഈ എഡ്ജും ഈ എഡ്ജും ഈ എഡ്ജും. ഇനി ഈ വെർട്ടെക്സിന് നോക്കുമ്പോ ഈ എഡ്ജ് നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്ത് ഇവിടെ വീണ്ടും എഴുതി. ഈ എഡ്ജ് നമ്മൾ ഇതിന്റെ ഡിഗ്രി നോക്കുമ്പോഴും ഇതിന്റെ ഡിഗ്രി നോക്കുമ്പോഴും നോക്കുന്നുണ്ടാവും. ഓക്കെ, that is when degree of when the sum of the degrees of the vertices are found, each is counted of degrees number of edges. That is 120 degree of 2 into even vertices, odd and even vertices. If degree of V is odd, V is an odd vertex. And if dV is even, V is an even vertex. നെക്സ്റ്റ് ഈ ഇപ്പൊ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി വെർട്ടെക്സിന്റെ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മള് ഓഡ് വെർട്ടെക്സ് ഈവൻ വെർട്ടെക്സ് പറയുന്നത്. ഇപ്പൊ ഇതില് V1 ഓഡ് വെർട്ടെക്സ് ആണ്, V2 ഈവൻ വെർട്ടെക്സ് ആണ്. ഡിഗ്രി നോക്കിയിട്ടാണ് നമ്മള് ഓഡ് വെർട്ടെക്സ് ഈവൻ വെർട്ടെക്സ് ആണോ തീരുമാനിക്കുന്നത്. അപ്പോ ഇതാണ് നെക്സ്റ്റ് കൊറോളറി ആണ് നേരത്തെ തിയറത്തിന്റെ. In a graph G, in any graph G, there are even number of odd vertices. ഇപ്പൊ നമുക്ക് ഈ ഗ്രാഫില് ഈവൻ ഓഡ് വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. ഇവിടെ 3, ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 1 ആണ്. കണ്ടോ, ഇവിടെയും 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 ഓടാണ്. അപ്പോ ഓഡ് വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും
ഓഡ് വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് പ്രൂവ് ചെയ്യാന് നമ്മൾ വെർട്ടെക്സ് സെറ്റിനെ എന്താ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, V1 and V2 ആയിട്ട്, അല്ലെ U W ആയിട്ട്. V equal to U union W ആയിട്ട് എടുക്കുക, where U is the odd vertices and W is even vertices. Then degree of, നമുക്കറിയാം degree of V sigma I equal to 1 to ടോട്ടൽ, എത്ര വെർട്ടെക്സ് ആണെന്ന് പറയേണ്ട ടോട്ടൽ എന്ന് പറയാം. വീലുള്ള എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എടുത്തിട്ട് ആഡ് ചെയ്താൽ 2 times E കിട്ടും. ഇനി V എന്ന് പറഞ്ഞാല് യുയിലുള്ള വെർട്ടെക്സും ഡബ്ല്യൂയിലുള്ള വെർട്ടെക്സും ആണ്. This can be written as sigma V belongs to U du dv plus sigma V belongs to W equal to 2 times. Now W is even vertex, so dv is even for each V belongs to W. For V belongs to W, dv is even. So even number എത്ര തവണ ആഡ് ചെയ്താലും, therefore sigma V belongs to W, V of V is. So what is, നമുക്ക് ഓഡ് വെർട്ടെക്സിന്റെ സമ്മാണല്ലോ നമുക്ക് കാണേണ്ടത്. sigma V belongs to U dv എന്ന് പറഞ്ഞാല് 2E minus sigma V belongs to W dv. So this is even and this is even. ഈവൻ നമ്പറിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഈവൻ നമ്പറിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഒരു ഈവൻ നമ്പർ കുറച്ചാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഈവൻ. Therefore sigma V belongs to U dv is even. That is ഇനി ഈ സിഗ്മ ഈ ഓഡ് നമ്പറിന്റെ വെർട്ടെക്സിന്റെ ഡിഗ്രിയുടെ സം ഈവൻ ആണെന്ന് പറഞ്ഞത്. നമുക്ക് dv is odd, but dv is odd for V belongs to U. അപ്പൊ എന്താണ് ഓഡ് നമ്പർ? എത്ര ഓഡ് നമ്പർ ആഡ് ചെയ്യുന്ന ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും. അപ്പോ dv ഓഡ് ആണ്. അപ്പൊ നമ്പർ ഓഫ് odd vertices must be, കാരണം ഇപ്പൊ 3നെ ഒരു ഇരട്ട സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഇരട്ട കിട്ടുള്ളൂ. അപ്പൊ ഓഡ് നമ്പർ എത്ര തവണ ആഡ് ചെയ്യണം? ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? ഈവൻ നമ്പർ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഈ dv ആഡ് ചെയ്തത് ഈവൻ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാല് യുയിലുള്ള എലമെന്റ്സിന്റെ അത്രയും എണ്ണാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ യുയിലുള്ള വെർട്ടീസസിന്റെ എണ്ണം എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഒരൊറ്റ ടോപ്പിക്, ഒരൊറ്റ ഇതിൽ പറയേണ്ട റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഭവം. If the degree of each vertex of a graph is the same, then the graph is said to be regular. ഒരു ഉദാഹരണം നോക്കുക. ഈ ഗ്രാഫിന്റെ എല്ലാ വെർട്ടെക്സിന്റെ ഡിഗ്രിയും dv equal to for each V belongs to this graph. Therefore, this is a regular graph, or we say this is a two regular graph. So two regular graph this is a two regular graph. This is a one regular graph. The three regular on. This is a three regular graph.
Now, what about the complete graph? This is a 2 regular graph, this is a 3 regular graph, this is a 1 regular graph. ഇതൊക്കെ കംപ്ലീറ്റ് ഗ്രാഫുകളല്ലേ. അപ്പൊ കംപ്ലീറ്റ് ഗ്രാഫുകളെ കുറിച്ച് എന്താ പറയാം? കംപ്ലീറ്റ് ഗ്രാഫ് with n vertices is n minus 1. റെഗുലർ ഗ്രാഫ് വരക്കണെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫ് വെച്ചാൽ 2 റെഗുലർ ഗ്രാഫ് നമുക്ക് എത്ര വലുതും വരക്കാം അല്ലെ. നമ്മുടെ മനസ്സിൽ 2 റെഗുലർ ഗ്രാഫിന്റെ രാശിയാണ്. 1 റെഗുലർ ഇത് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ, വേറെ ഏത് വരച്ചാലും 1 റെഗുലർ ആവില്ല. കാരണം ഇപ്പൊ എങ്ങനെ വരച്ചാൽ അതിന്റെ ഡിഗ്രി എന്തായി 2 ആയി. ഓക്കെ, 1 റെഗുലർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. എനിക്ക് എന്റെ എക്സർസൈസ് വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യാം. ഓക്കെ.